ഹായ് ഓൾ, നമ്മളപ്പോൾ നോക്കാൻ പോകുന്നത് 2024 നടന്ന ടൈപ്പിസ്റ്റിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സാണ് നോക്കാൻ പോകുന്നത്. അത് ടൈപ്പിസ്റ്റ് മാത്രമല്ല, ഒരു 4 കാറ്റഗറി ഉണ്ടായിരുന്നു. ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, അതേപോലെ തന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, അങ്ങനെ തുടങ്ങിയ ഒരു 3-4 കാറ്റഗറിയുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു നടന്നത്. അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കഷനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഒരു 3 സെറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. 2015 ഒരു 100 ക്വസ്റ്റ്യൻ, അതേപോലെ 2023 ഒരു 100 ക്വസ്റ്റ്യൻ, ഇത് 2024 അപ്പോൾ 41ാമത്തെ ക്വസ്റ്റ്യനായി. അപ്പം 40 വരെയുള്ള ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടിയിട്ട് ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. ടൈപ്പിസ്റ്റിൻ്റെ അണ്ടറിൽ എല്ലാ വീഡിയോസും, ആദ്യം തൊട്ട് ഈ വർഷം ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കാണാനായിട്ട് സാധിക്കും. അപ്പം ഓരോ വീഡിയോ എടുത്തിട്ട് കാണുക, പഠിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അതിനിപ്പുറമായിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതിൽ ഡെയിലി നോട്ട്സ് ഇടാറുണ്ട്. ഡെയിലി കറണ്ട് അഫെയർസ്, അത് സിലബസുമായി ബന്ധപ്പെട്ട നോട്ട്സും, അതേപോലെ തന്നെ വീക്കെൻഡിൽ ഒരു ചെറിയൊരു എക്സാമും നടത്താറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. 41ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ചാർട്ട് ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ എക്സൽ? വിച്ച് ചാർട്ട് ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ എക്സൽ? അപ്പം ഏത് തരത്തിലുള്ള ചാർട്ടാണ് എക്സലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡോട്ട് നെറ്റ്, ഓപ്ഷൻ ബി ലൈൻ, ഓപ്ഷൻ സി പൈ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. അപ്പം ഇതിൽ ഏത് ടൈപ്പുള്ള ചാർട്ടാണ് നമ്മൾ എക്സലിൽ ഉപയോഗിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഡോട്ട് നെറ്റ് എന്താണെന്നറിയാലോ നമുക്ക്. അപ്പോൾ ഈ ഓരോ ചാർട്ടിൻ്റെയും പിക്ചറും കൂടി ഞാൻ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിനും കുറച്ചും കൂടെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും കൂടെ അതിൻ്റെ ഒരു ഫോട്ടോസ് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് ഡോട്ട് നെറ്റ് ചാർട്ട് എന്ന് പറയുന്നത്. ഇതാണ് പൈ ചാർട്ട്. ഓരോ പാർട്ടായിട്ട് വീതിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ പൈ ചാർട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ കാണുന്ന ഒരു ചാർട്ടാണ് ലൈൻ ചാർട്ട്. അതിൻ്റെ പ്രത്യേകത ഇതിനെ നോക്കുമ്പോൾ തന്നെ അറിയാം, ലൈനായിട്ട് വരച്ച് വെച്ചിരിക്കുന്നത്. അതിനെയാണ് ലൈൻ ചാർട്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. അതായത് എക്സലിലെ എല്ലാ ടൈപ്പ് ചാർട്ടുകളും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് ആൻസർ ഓപ്ഷൻ ഡി വരാനുള്ള കാരണം. 42ാമത്തെ ക്വസ്റ്റ്യൻ, എക്സൽ ഡിസ്പ്ലേസ് ദ കറണ്ട് സെൽ അഡ്രസ് ഇൻ ദ ഓപ്ഷൻ എ ഫോർമുല ബാർ, ഓപ്ഷൻ ബി സ്റ്റാറ്റസ് ബാർ, ഓപ്ഷൻ സി നെയിം ബോക്സ്, ഓപ്ഷൻ ഡി ടൈറ്റിൽ ബാർ. അപ്പം എക്സലിൽ കറണ്ട് സെൽ അഡ്രസ്സ് എവിടെയാണ് കാണിക്കുന്നതെന്നാണ്. അതായത് ഇപ്പോഴത്തെ ആ ഒരു നമ്മൾ അഡ്രസ്സ് കാണിക്കുന്നത്, സെൽ അഡ്രസ്സ് എക്സലിൽ എവിടെയായിട്ടാണ് കാണിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഫോർമുല ബാർ, ഓപ്ഷൻ ബി സ്റ്റാറ്റസ് ബാർ, ഓപ്ഷൻ സി നെയിം ബോക്സ്, ഓപ്ഷൻ ഡി ടൈറ്റിൽ ബാർ. അപ്പം എവിടെയാണ് സെൽ അഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യുന്നത്? ഓപ്ഷൻ സി നെയിം ബോക്സ് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നെയിം ബോക്സിൻ്റെ പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദീസ് ഈസ് ദ പേജ് സെറ്റപ്പ് ഓറിയൻറ്റേഷൻ ബൈ ഡിഫോൾട്ട് ഓഫ് ദ സ്ലൈഡ്സ് ഇൻ പവർ പോയിൻറ്റ്? അതായത് നമ്മുടെ പേജ് സെറ്റ് ഓറിയൻറ്റേഷൻ ചെയ്യുന്നത് പവർ പോയിൻറ്റിൽ ഡിഫോൾട്ട് മെത്തേഡിൽ സ്ലൈഡ്സ് ഏത് ഒരു മോഡിലായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പ്, ഓപ്ഷൻ എ ലാൻഡ്സ്കേപ്പ് ആണോ, ഓപ്ഷൻ ബി പോർട്രേറ്റ്, ഓപ്ഷൻ സി വെർട്ടിക്കൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പം എൻ്റെ പവർ പോയിൻറ്റിൽ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ലാൻഡ്സ്കേപ്പ് ആണ് ആൻസർ വരുന്നത്. 44ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ്? എന്താണ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം, ഓപ്ഷൻ ബി പ്രസൻറ്റേഷൻ പ്രോഗ്രാം, ഓപ്ഷൻ സി ഡേറ്റാബേസ് പ്രോഗ്രാം, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ഇതിൻ്റെ ആൻസർ വരുന്നത് പ്രസൻറ്റേഷൻ പ്രോഗ്രാം. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് എന്നത് ഒരു പ്രസൻറ്റേഷൻ പ്രോഗ്രാമാണ്.
45ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് ആസ് പേജ് ടു ക്രിയേറ്റ് എ പ്രസൻറ്റേഷൻ ഇൻ പവർ പോയിൻറ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് ആസ് പേജ് ടു ക്രിയേറ്റ് എ പ്രസൻറ്റേഷൻ ഇൻ പവർ പോയിൻറ്റ്? അതായത് പവർ പോയിൻറ്റിൽ പേജ് ക്രിയേറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ്. ഓപ്ഷൻ എ ഷീറ്റ്, ഓപ്ഷൻ ബി സ്ലൈഡ്, ഓപ്ഷൻ സി ഡോക്യുമെൻറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സ്ലൈഡാണ്.